അപ്പോൾ എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ നീ എൻ്റെ കരളാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. എന്നാൽ ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കരളിനെ പറ്റി ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഈ കരളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാണെന്നറിയോ? ഇന്ന്, അതായത് ജൂലൈ 28-നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ദിവസമാണ്. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് എന്നറിയോ? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്നതുകൊണ്ട് നമ്മളുടെ ലിവർ ടിഷ്യൂസിന് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ എന്ത് പറ്റും? ലിവർ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാവും. ഡാമേജ് ആകുമ്പോഴോ ലിവർ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റാണ്ട് വരും. ലിവർ നോർമലായിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നറിയോ? ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് ലിവറിന് നമ്മുടെ ശരീരത്തിലുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ മെറ്റബോളിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ലിവറിനുണ്ട്. ബൈലിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കൊള്ളട്ടെ, അതുപോലെ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ സർക്കുലേറ്റിംഗ് ബ്ലഡിലുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ, അതായത് എന്തെങ്കിലും വിഷാംശമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലിവറാണ് ഫിൽട്ടർ ചെയ്തതങ്ങ് മാറ്റി നമ്മൾ ഒരു പരിധിവരെ സേഫ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻസ് ബാധിക്കപ്പെടുന്നതിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് നടക്കാണ്ട് വരും. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ അപ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണങ്ങൾക്കനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് നമ്മൾ 2 തരത്തിലേക്ക് പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്, പിന്നെ വരുന്നത് നോൺ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് ആണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നൊക്കെ പറയുന്നത്. മറ്റു കുറച്ച് വെറൈറ്റീസ് കൂടിയുണ്ട്. ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഈ വൈറസിന്റെ വേരിയന്റ് മാറുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിനെ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇത് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ തന്നെയാണെങ്കിലും ഇവർ പകരുന്ന രീതിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റംസും അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ലൈക്ക് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയുമാണ് പകരുന്നത്. എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മലമൂത്ര വിസർജ്യങ്ങൾ എന്തെങ്കിലും കലർന്നിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെള്ളം കൊണ്ട് പാകം ചെയ്തിട്ടുള്ള ആഹാരങ്ങളോ ഒക്കെ കഴിക്കുന്നത് വഴിയാണ് പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. ഓക്കെ, അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആലോചിക്കും അതെങ്ങനെയാണെന്ന്. ലൈക്ക് ഈ ടോയ്ലറ്റ്സിൻ്റെ വേസ്റ്റ് ഒക്കെ ചിലപ്പം പുഴകളിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ജലാശയങ്ങളിലേക്കോ ഒക്കെ തുറക്കുന്നൊരു പതിവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വെള്ളം നമ്മളുടെ ഉള്ളിൽ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അങ്ങനത്തെ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ, പിന്നെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അത് ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം കൈയൊക്കെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകാതെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈറസിൻ്റെ നമ്മളുടെ ഉള്ളിലേക്ക് ഇൻജസ്റ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അധികം നോട്ടീസ് ചെയ്യാതെ വിടുന്ന മറ്റൊരു കണ്ടീഷനാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ നമ്മളുടെ കയ്യിൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിനുശേഷം നന്നായി വൃത്തിയായിട്ട് കൈ സോപ്പിട്ടൊന്നും കഴുകുന്നില്ല, കെയർലെസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ സീവേജ് വാട്ടർ, ഇത് അത്ര വൃത്തികേടല്ലെങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മലിനജലം മിക്സ് ചെയ്തിട്ടുള്ള വാട്ടർ ബോഡീസിൽ വളരുന്ന ഷെൽസ്, ലൈക്ക് നമ്മളുടെ കക്ക, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴിയും ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരാനുള്ള സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രശ്നക്കാരനാണ്. ആള് പകരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതനായ ഒരു വ്യക്തിയുടെ ശരീരസ്രവങ്ങൾ, അതായത് ബോഡി ഫ്ലൂയിഡ്സ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ്. അതെങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ നമുക്കറിയാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, അതുപോലെ തന്നെ ഈ ബ്ലഡ് പറ്റിയിരിക്കുന്ന നീഡിൽസ്, അതായത് ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നീഡിൽസ് ഷെയർ ചെയ്യൂലേ, അപ്പോഴോ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്ന സൂചിയിൽ പറ്റി നിൽക്കുന്ന രക്തമാകാം, അല്ലെങ്കിൽ റേസേഴ്സ് ഷെയർ ചെയ്യുന്നത് വഴി, ടൂത്ത് ബ്രഷ് ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഓറൽ ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതയായ ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ വജനൽ കനാലിൽ നിന്ന്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ്, അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോണ്ടം പോലെയുള്ള ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യാതെയുള്ള അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയും വജൈനൽ ഫ്ലൂയിഡ് അതുപോലെ തന്നെ സെമൻ, ഇതിൽ രണ്ടിലും ഇതിന്റെ അംശം ഉണ്ടാവും, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് പകരാനുള്ള സാധ്യതയുണ്ട്. സോ ബോഡി ഫ്ലൂയിഡ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മിക്സ് ആവുന്നതിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. ആള് കുറച്ച് പ്രശ്നക്കാരനുമാണ്. ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത്.
ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരിൽ മാത്രമേ ഡെവലപ്പ് ആവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിന് മൾട്ടിപ്ലൈ ചെയ്ത് ഡെവലപ്പ് ആവണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ പ്രസൻസ് ആവശ്യമാണ്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ വഴി. ആ ബ്ലഡ് കലരുന്നതിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ഡി പകരുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് അധികം ശുചിത്വമൊന്നും ഇല്ലാത്ത ഏരിയാസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ. ഒക്കെയാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റി നോക്കിയാലോ. നോൺ ഇൻഫെക്ഷ്യസ് വെറൈറ്റികളിൽ വരുന്ന ഒരെണ്ണമാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. പേര് കേട്ടാത്തെന്ന് അറിയില്ലേ? മദ്യപാനമാണ് അതിന്റെ കാരണം. അതായത് ഒക്കേഷണലി കുടിക്കുന്നവർക്കല്ല, സ്ഥിരമായിട്ടൊക്കെ മദ്യപിക്കുന്ന ആളുകളിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണെന്നറിയാം അല്ലേ? എന്താ ചെയ്യണേ? ഇത് ടോക്സിൻസ് അല്ലേ? അപ്പൊ ഈ ടോക്സിൻസ് ഫിൽട്ടർ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാ? ലിവറിന്റെയാണ്. അപ്പോൾ അളവിൽ കവിഞ്ഞ് ചെല്ലുന്ന ഈ ടോക്സിൻസിനെ ഫിൽട്ടർ ചെയ്ത് ആളങ്ങ് ഡാമേജ് ആയി പോകും. ലിവർ ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാവും. അതങ്ങനെ കണ്ടിന്യൂസ് ആയാലോ അതിന് താങ്ങാൻ പറ്റാത്ത ഇൻഫ്ലമേഷൻ ആയി പോകും. അത് തന്നെയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിലും സംഭവിക്കുന്നത്. മറ്റൊരു വെറൈറ്റിയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ എന്നുള്ള വാക്ക് പരിചയമില്ലേ? അതായത് നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ ബോഡി ടിഷ്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സത്യത്തിൽ അവിടെ ഒരു വൈറസോ അങ്ങനത്തെ ഒന്നുമില്ല. എങ്കിൽ പോലും നമ്മളുടെ ബോഡി ലിവർ ടിഷ്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മെഡിസിൻസിന്റെ യൂസ്, ലിവറിനെ ഡാമേജ് ചെയ്തേക്കാവുന്ന കണ്ടന്റ്സ് വരുന്ന ചില മെഡിക്കേഷൻസ് ഉണ്ട്. എന്ത് മെഡിസിൻസ് ആണെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. അത്തരം മെഡിസിൻസിന് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും ചില ടോക്സിൻസ് ആകാം, അങ്ങനെയുള്ള സാധനങ്ങൾ, ചില ഡ്രഗ്സിന്റെ അബ്യൂസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ലിവർ ഡാമേജ്ഡ് ആവുന്നു. അതാണ് നോൺ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസിനെ പറ്റി ഓവറോൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഈ പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ചും നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ രണ്ടായിട്ട് തിരിക്കാം. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, അതായത് പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് കുറേയധികം നാളുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ. ഒരു കാര്യം പറയട്ടെ, മിക്കവാറും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്നുള്ളത് അത് ബാധിക്കപ്പെട്ടവർ അറിയണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഇനി മറ്റു ചില കണ്ടീഷൻസിൽ, അതായത് അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഹെപ്പറ്റൈറ്റിസിൽ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ, ദാറ്റ് മീൻസ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, പിന്നെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാവാം, അതുപോലെ പനി, ഛർദ്ദിക്കാൻ വരുന്നത്, നോസിയ, ഛർദില്, വോമിറ്റിംഗ് മുതലായിട്ടുള്ള കണ്ടീഷൻസ് കണ്ടുവരാം. ഇവിടെ യൂറിന്റെ കളർ ഡാർക്ക് യെല്ലോ ആയിട്ട് മാറുകയും അതേ സമയത്ത് തന്നെ സ്റ്റൂൾസ്, അതായത് മലം കളർ ഇല്ലാത്ത രീതിയിൽ പെയിലായിട്ട്, മനസ്സിലായില്ല, വിളറിയ തരത്തിലുള്ള മലം പോവുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് നമ്മുടെ തൊലിപ്പുറത്തിനും കണ്ണിനും ഒക്കെ മഞ്ഞ നിറം വരുന്നത് പോലെയും ഹെപ്പറ്റൈറ്റിസ് പ്രസന്റ് ചെയ്യാറുണ്ട്. മൊത്തത്തിലുള്ള ക്ഷീണവും ഇതിന്റെ ഒരു ലക്ഷണമാണ്. ഇനി എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലിവർ ടിഷ്യൂസ് ഡാമേജ് ആവുകയാണ്, ലിവറിന്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരികയാണ്. ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ലിവർ ഫെയിലിയറിന് കാരണമാകും. അതായത് ലിവർ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഫങ്ഷൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ലിവർ ഫെയിലിയറിന് കാരണമാകും. സിറോസിസ് എന്ന് കേട്ടിട്ടില്ലേ? ലിവർ സിറോസിസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടിഷ്യൂസിൽ സ്കാർസ് ഫോം ചെയ്യും. അതായത് നമ്മുടെ ശരീരം എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കല വരാറില്ലേ, അതേപോലെ നമ്മളുടെ ലിവർ ടിഷ്യൂസിൽ ഇങ്ങനെ സ്കാറിങ് സംഭവിക്കുന്നതിനാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ആൽക്കഹോൾ മാത്രമല്ല ലിവർ സിറോസിന്റെ കാരണം. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വഴിയും ലിവർ സിറോസിസ് ഉണ്ടാകാം, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. അപ്പോൾ ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ, HCC എന്ന് പറയുന്നത് ലിവർ ക്യാൻസറിന്റെ ഒരു ടൈപ്പാണ്. ലിവർ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും ഹെപ്പറ്റൈറ്റിസ് തുടർച്ചയായി നിൽക്കുന്നവരിൽ ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ അസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറിൽ ഇങ്ങനെ ഫ്ലൂയിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്ത് വയറ് വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് അസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പറയണ്ടല്ലോ, മരണത്തിന് വരെ ഹെപ്പറ്റൈറ്റിസ് കാരണമായേക്കും. സോ ഇതൊക്കെയാണ് ഓവറോൾ നോക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻസ്. ഈ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി എടുക്കുന്നതിലൂടെയും നിങ്ങളെ എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെയും ചില സസ്പീഷൻസ് അവർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ലാബ് ടെസ്റ്റുകളാണ് നിർദ്ദേശിക്കുക. അതിലൊന്നാമത്തേതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ്. ഇത് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളോ അല്ലെങ്കിൽ ആന്റിബോഡികളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ. മൂന്നാമതായിട്ട് ലിവർ ബയോപ്സി.
അത് പേടിക്കൊന്നും വേണ്ട, സർജറി ഒന്നുമല്ല, ജസ്റ്റ് നീഡിൽ പങ്ക്ചറിലൂടെ തന്നെയാണ് ലിവർ ടിഷ്യൂ കളക്ട് ചെയ്യുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലിവർ ബയോപ്സി ആൻഡ് ഫൈനലി USG എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാറില്ലേ വയറൊക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള എൻലാർജ്മെന്റ്, അതായത് വലിപ്പം കൂടുതലുണ്ടോ എന്നുള്ളതും അതിനെന്തെങ്കിലും തരത്തിലുള്ള സ്കാറിംഗ് ഉണ്ടോ, സിറോസിസ് ഡെവലപ്പ് ആയിട്ടുണ്ടോ, വയറിൽ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ. ഇനി ഫൈനലി ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ? ഉണ്ട്. ഹെപ്പറ്റൈറ്റിസിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഏത് ഹെപ്പറ്റൈറ്റിസിനാലാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് വൈറസ് ആണെന്നുള്ളതും ഇൻഫെക്ഷസ് അല്ലെങ്കിൽ നോൺ ഇൻഫെക്ഷസ് ആയിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് വേരി ചെയ്യും. ഇതിന് പ്രിവെൻഷൻ പോസിബിൾ ആണോ? ആണോ? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ ഇതിന്റെ കോസസിനെ പറ്റിയിട്ട്. ഈ കാരണങ്ങളൊക്കെ അങ്ങ് പാടെ വർജിക്കുക. അങ്ങനെ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസ് പകരുന്നതിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ വാക്സിൻസ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് D എന്നിവയുടെ വാക്സിൻസ് ലഭ്യമാണ്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് Eക്കുള്ള വാക്സിൻ ചൈനയിൽ മാത്രവും ലഭ്യമാണ്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് Cക്ക് ഇതുവരെ വാക്സിൻസ് വന്നിട്ടില്ല. ഹെപ്പറ്റൈറ്റിസ് B വാക്സിനിൽ നിന്ന് തന്നെ ഹെപ്പറ്റൈറ്റിസ് Dയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് D ഡെവലപ്പ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് B വന്നാൽ മാത്രമാണ്. സോ ഇപ്പൊ വാക്സിനേഷനും അവൈലബിൾ ആണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസിനെ പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.